നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംഘപരിവാർ അജണ്ടയുടെ നടപ്പാക്കലും സ്കൂളുകളുടെ കാവ്യവൽക്കരണവും PM ശ്രീ പദ്ധതിയുമായി കേരളത്തിലേക്ക് വരേണ്ട. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരാണ്, UDF അല്ല. ഈ വീമ്പ് പറച്ചിലും തീർന്നു. കേന്ദ്രം നൽകുന്ന കോടിക്കിലുക്കത്തിൽ CPM വീണു. സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുന്ന PM ശ്രീ പദ്ധതി 2 വർഷം നടപ്പാക്കാത്തതിനാണ് ഇനി ശിവൻകുട്ടി മന്ത്രി മറുപടി പറയേണ്ടത്. കുട്ടികൾക്കായി കേന്ദ്ര പദ്ധതിയുമായി സഹകരിക്കുന്നുവെന്ന് മന്ത്രി. അങ്ങനെയെങ്കിൽ 300-ലേറെ സ്കൂളുകളിൽ pre-KG മുതൽ ഹയർ സെക്കൻഡറി വരെ കോടികൾ മുടക്കി നവീകരിക്കാനും വിദ്യാഭ്യാസ ഗുണനിലവാരം കൂട്ടാനും അവസരം കിട്ടിയിട്ടും വരട്ട് തത്വശാസ്ത്രം പറഞ്ഞ് വേണ്ടെന്ന് വെച്ചത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു ഡൽഹിയിൽ പോയുള്ള കൈകൊടുക്കൽ. CPIയുടെ എതിർപ്പിൽ കാര്യമില്ല, കേന്ദ്രത്തിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാതെ തരമില്ല. അതാണ് കേന്ദ്രത്തിന്റെ പണത്തിന് വേണ്ടിയാണ്, അതല്ലാതെ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാനല്ല PM ശ്രീയുമായി സഹകരിക്കുന്നതെന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. PM ശ്രീ കേരളത്തിൽ CM ശ്രീയാകും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPIയുടെ അധ്യാപക സംഘടനയായ AKSTUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ OK ജയകൃഷ്ണൻ എന്നിവരാണ് ചേരുന്നത്. ഇന്ന് സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നത്. CPIയുടെ എതിർപ്പായിരുന്നു അതിലേറ്റവും പ്രധാനം. ഇന്നലെയാണ് PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ കേരളം തീരുമാനിച്ചതും അങ്ങനെ ധാരണാപത്രം ഡൽഹിയിൽ ഒപ്പുവെച്ചതും. ഇതിനെ തുടർന്നുള്ള ഭൂകമ്പങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. CPI എതിർപ്പ് വീണ്ടും പരസ്യമാക്കി. PM ശ്രീ പദ്ധതി സംഘപരിവാർ വൽക്കരണവും കാവ്യവൽക്കരണവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. എന്നാൽ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, അതല്ലാതെ മറ്റൊന്നും PM ശ്രീ പദ്ധതിക്ക് പിന്നിലില്ല എന്നാണ്. അതേസമയത്ത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളം നടപ്പാക്കാൻ പോവുകയാണ്. 2020 മുതൽ ഇതിനെ കേരളം എതിർത്തതാണ്. അതിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാവ്യവൽക്കരണം ആയിരുന്നു. അതെല്ലാം സംസ്ഥാന സർക്കാർ മറന്നു. ഇനി PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കും. കാരണം SSK പദ്ധതിക്ക്, സർവശിക്ഷ കേരളം പദ്ധതിക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാനുണ്ട്. ആ ഫണ്ട് നേടിയെടുക്കുക എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ശ്രീ OK ജയകൃഷ്ണൻ, ഇക്കാര്യത്തിൽ AKSTUവിന്റെ നിലപാട് എന്ന് പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ അതേ നിലപാട് തന്നെ ആണല്ലോ, PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കരുത് എന്ന്. തീർച്ചയായും PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്നതിനോടുള്ള എതിർപ്പാണ് 2023 മുതൽ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത്. അതിന് കാരണം മഞ്ജുഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എതിർപ്പിൽ കാര്യമില്ല എന്നുള്ളതല്ല, എതിർപ്പിൽ കാര്യമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവതരിപ്പിച്ചത് മുതൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും മുന്നോട്ട് വെച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന എതിർപ്പുകൾ, കാര്യമാത്ര പ്രസക്തമായ എതിർപ്പുകൾ, അത് ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യക്കകത്ത് കാവ്യവൽക്കരണത്തിനുള്ള ഉപാധിയാകുന്നു എന്നുള്ളതാണ്. ഇവിടെ PM ശ്രീ എന്നുള്ളത് കേരളം ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാത്തതിനാൽ കേരളം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് PM ശ്രീ എന്നുള്ളത്. 2023 കേന്ദ്ര മന്ത്രിസഭ നേതൃത്വം നൽകി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്. അതിനകത്ത് PM ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര ശിക്ഷക്കോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ വിഹിതമോ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തി, നിർബന്ധിച്ച്, ഭീഷണിപ്പെടുത്തി ഒപ്പുവെപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2-3 വർഷമായി സമഗ്ര ശിക്ഷ കേരളക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന്, യൂണിഫോമിന് എന്ന് വേണ്ട വിവിധ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപ അരിയറായി കിടക്കുകയാണ്. ആ തുക തടഞ്ഞു വെക്കുകയും ആ തുക അനുവദിക്കണമെങ്കിൽ നിങ്ങൾ PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്.
പക്ഷേ മറ്റൊന്നുകൂടി എന്താണ് കുഴപ്പം? നിങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് അപ്പുറത്തായിട്ട് ഇതിനകത്ത് എന്താണ് കുഴപ്പമുള്ളത്? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് വഴി എന്ത് കുഴപ്പമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ എന്തായാലും അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ബൈറ്റ് അതൊന്ന് കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കിയേ തീരൂ. പലരും പലതരത്തിലൊക്കെ പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, ഞങ്ങൾ ആ SSAക്ക് കിട്ടേണ്ട ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക. ഇന്ന് രാവിലെയൊക്കെ ചില CPM നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക, അതേ ലക്ഷ്യമുള്ളൂ, അല്ലാതെ ദേശീയ വിദ്യാഭ്യാസ നയവും സംഘപരിവാർ വൽക്കരണമൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന്. ഇവിടെ ശിവൻകുട്ടിയുടെ വാക്കുകൾ കേൾക്കാം ആദ്യം. PM കണ്ടുകൊണ്ടുവരുന്ന തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതിക മാത്രമാണ്. അതിന്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല. PM ശ്രീ പ്രോജക്ടിന്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PM ശ്രീ പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിന്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല ഇവിടെ. ശ്രീ റെജി ലൂക്കോസ്, PM ശ്രീ പദ്ധതിക്ക് ഫണ്ട് വേണ്ട, കിട്ടിയാലോട്ട് മേടിക്കാതിരിക്കുകയുമില്ല, എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥത്തിലേക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വിനോവിശ്വം ഇന്ന് രാവിലെ ഒരു റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. അത് വൈകുന്നേരത്തെ 5 മണിക്ക് ഉള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ട വന്നു. ഇതാണ് ഇന്നത്തെ ആകെ തുക എന്ന് പറയുന്നത്. അദ്ദേഹം രാവിലെ പിൻവലിച്ചില്ല. സംസ്ഥാന സർക്കാർ ആ കരാർ റദ്ദാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ല, ഞാൻ അത് കേട്ടോളൂ. ഞാൻ പിൻവലിച്ചത് പറഞ്ഞ പർപ്പസായിട്ട് തന്നെ പറഞ്ഞത്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അതിരൂക്ഷമായിട്ടാണ് തുടങ്ങിയത്. ഇത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഒരു ഘടകകക്ഷിക്ക് ചേർന്നാണെന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ മുന്നോട്ട് വന്ന ഒരു ഗവൺമെന്റിന്റെ അദ്ദേഹം പറഞ്ഞത് ഇതെന്തൊരു സർക്കാരാണെന്ന് ചോദിച്ചത്. അപ്പൊ ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് 4 മന്ത്രിമാരോടാണ് ചോദിക്കേണ്ടിരുന്നത്. ഇതെന്തൊരു മന്ത്രിമാരാണെന്നുള്ളത് ഞാനത് പറയാൻ കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നേതാവാണ് വിനോവിശ്വം. ആ പാർട്ടിയോട് ഏറെ റെസ്പെക്ട് ഉണ്ട്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക്. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട V ശിവൻകുട്ടി, ഞങ്ങളുടെ സഖാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത് NEP നടപ്പാക്കത്തില്ല, കാവ്യവൽക്കരണം നടപ്പാക്കത്തില്ല. അത് ഉറപ്പ് തരുന്നത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവരുന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും ആരോപണങ്ങൾക്ക് അവർക്ക് മറുപടി കിട്ടി. ഇനി പ്രശ്നമില്ല എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പിൻവലിച്ചത്. അത് പിൻവലിക്കുന്ന തുല്യല്ലേ? അത് 3 തവണ അദ്ദേഹം ആവർത്തിച്ചത് ഇന്ന് മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ. അപ്പം അദ്ദേഹത്തിന്റെ ആശങ്കയിലും CPയുടെ ആശങ്കയിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കാതെ പോകാൻ പറ്റുമോ ശ്രീ റെജി ലൂക്കോസ്? ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വീണ്ടും അവിടെ സാങ്കേതികമായ തടസ്സങ്ങൾ വരും. SSKക്ക് വീണ്ടും ഫണ്ട് മുടങ്ങും. അങ്ങനെയൊക്കെ വരുമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു, പക്ഷേ PM ശ്രീ പദ്ധതിയെ അംഗീകരിക്കുന്നു, SSKക്കുള്ള ഫണ്ട് ഇങ്ങോട്ട് പോരട്ടെ. ഇതെല്ലാം കൂടി നടക്കില്ല. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ വക്രീകരിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടിയുണ്ട്. അതായത് കാവ്യവൽക്കരണത്തിന് ചരിത്രത്തെ വക്രീകരിച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയെ മാറ്റി എഴുതി ഒരു ഹിന്ദുത്വ ഹിസ്റ്ററിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് അനുകൂലിക്കത്തില്ലെന്നും അതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കത്തില്ലെന്നും, എന്നാൽ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഡെവലപ്മെന്റ്സ് വേണ്ട അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പണം അത് ഇല്ലാതെ വെക്കാനും പറ്റത്തില്ല എന്ന് പറയുന്നത് കൃത്യമായ നിലപാട് തന്നെയാണ്. കാരണം കാലം മുന്നോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാറ്റമില്ലാത്തതെന്ന് പറഞ്ഞ് മാറ്റം എന്ന് പറഞ്ഞ മാർക്കിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുകളിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് തമ്മിലൊരു ധാരണയില്ല. സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ ധാരണ പറ്റും. നയപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന
വ്യതിയാനങ്ങളെ എതിർക്കുകയും ചെയ്യണം. അതാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന ലോകത്തില് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറുകളും അതുപോലുള്ള ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നതിൽ നിന്ന് മനസ്സിലായിക്കോട്ടെ. കാരണം ഇത് ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് അവർക്കൊരു നയമുണ്ട്. അവർക്കത് കണ്ണുമടച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയത്തെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ അപ്പോൾ സംഘപരിവാർ നയം അംഗീകരിച്ചു, കാവ്യവൽക്കരണത്തെ അംഗീകരിച്ചു എന്ന് വരും. ഇത് രണ്ടു കൂട്ടർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കേന്ദ്രവുമായി നടത്തി. ഞങ്ങൾക്ക് എന്തായാലും ആ പണം വേണം. അപ്പോൾ കേന്ദ്രം പറയുന്നു പണം വേണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതി അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു, പണം റിലീസ് ചെയ്തു തരുന്നു. അപ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് എന്ന് വെച്ച് ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നില്ലേ എന്നാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക, അത് തരാൻ കേന്ദ്രവും സന്നദ്ധവും ആണ്. അതായത് ഒരു അണ്ടർടേക്കിംഗ് ഇല്ല, നേരത്തെ തന്നെ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് നടപ്പാക്കിക്കോളാം. അതായത് പ്രതിപക്ഷ നേതാവ് PD സതീശൻ ഇന്നലെ ഇന്നും ഈ പിന്നെ MOU ഒപ്പിട്ടതിന് അനുകൂലിച്ച് സംസാരിച്ചിരിക്കുക. അനുകൂലിച്ച് ആ ഫണ്ട് കിട്ടേണ്ടതാണ്, കാവ്യവൽക്കരണം ഉണ്ടായിരുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ചോദ്യം മറുപടി പറയാം. അതിലെനിക്ക് ഒരു അനുവാദം തരണം, ഒരു മിനിറ്റ് നേരത്തേക്ക്. നാഷണൽ ഹൈവേ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റികൾ, ഡിഫൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകളുണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കുട്ടിക്കും കേരളത്തിലുണ്ട്, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അതാണ്. നമ്മൾ അതുകൊണ്ട് ഒപ്പിടുന്നു, സ്ഥലം കൊടുക്കുന്നു. അത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഇവിടെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാറുണ്ട്? അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വാസ്തവം, ലോകം മുന്നോട്ടാണ് പോകുന്നത്. ലോകത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ല, നമ്മൾ പുറകോട്ട് പോകും. ലോകത്തിനൊപ്പം അതിന് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ച ചരിത്രമാണ് ഈ കേരളത്തിനുള്ളത്. അതിൽ ഒരു ഹിസ്റ്ററിയാണ്, അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. ഇന്നലെ നമ്മുടെ ആദരണീയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ എന്താ പറഞ്ഞേ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് പറഞ്ഞു. പ്രശംസനീയമായ രീതിയിൽ ആദരവോടുകൂടിയാണ് കേരളത്തെ കേട്ടത്. അവര് കേരളത്തിൽ വൈകിയാണെങ്കിലും ഇക്കാര്യത്തിൽ നേരം വെളുത്തു. കാരണം കുട്ടികൾക്ക് പഠിക്കാൻ അടിസ്ഥാന സൗകര്യം വേണം, വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം, അതിന് നല്ല സ്കൂളുകൾ വേണം, മികവിന്റെ കേന്ദ്രങ്ങളായി അവ വളരണം. ഇതിലിപ്പോൾ ഒരു ബ്ലോക്കിൽ 2 എണ്ണം പരമാവധി വെച്ച് അങ്ങനെ 165 ബ്ലോക്കുകളിലായി ഏതാണ്ട് 300-ലേറെ സ്കൂളുകൾ വരും. എല്ലായിടത്തും എല്ലാ ബ്ലോക്കിലും 2 സ്കൂളുകൾ വരണമെന്നില്ല, തിരഞ്ഞെടുക്കപ്പെടുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാവും, അക്കാദമിക് നിലവാരം വർദ്ധിക്കും. ഇതൊക്കെ 2023 മുതൽ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നേരം വെളുത്തത് ഇപ്പോഴാണ്, അത്രയേ ഉള്ളൂ അല്ലേ ശ്രീജിത് പണിക്കർ? മഞ്ജുഷ്, ഇതില് നമ്മൾ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന 4 പോയിന്റാണുള്ളത്. അതിലൊന്ന്, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കേരളം തോറ്റിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. 2, CPMന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി വെളിവാകുന്നു. കാരണം അവരുടെ നയങ്ങളിലും നിലപാടുകളിലുമെല്ലാം അവർ സ്ഥിരമായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രതിഷേധമൊക്കെ കാണിക്കുന്നു, പക്ഷെ പിന്നീട് ആ പ്രതിഷേധത്തിൽ നിന്ന് ഉൾവലിയുന്നു. CPI കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കുന്നു, അവസാനം CPIയെയും കുപ്പിയിലാക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPMന് ഒരു വലത് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. CPMന്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അനുഭാവികളും ഒക്കെ ചർച്ചയിൽ ഇരുന്നിട്ട് എന്നെ സംഖ്യ എന്ന് വിളിക്കും. ഇപ്പോൾ കുറെ കാലമായിട്ട് അവരെ തിരിച്ച് സംഘി എന്ന് വിളിക്കേണ്ടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറയുന്നു, കേരളത്തിലെ ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് അതിന് കേരളം സഹകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന്. നോക്കൂ, അതൊക്കെ ആദ്യം സമരം ചെയ്തിട്ട് നമ്മൾ സഹകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട് സമരം ചെയ്തതിന് ശേഷം ഇത് നടപ്പാക്കില്ല എന്ന് എല്ലാ മന്ത്രിമാരും ഒരാളൊഴിയാതെ പറഞ്ഞതിന് ശേഷം, പാർട്ടി അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അത് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ്, അദ്ദേഹം പറഞ്ഞത് CPI ചെയ്യുന്നത് ഒരു ഘടകകക്ഷി മര്യാദയല്ല എന്നാണ്. നോക്കൂ, ഘടകകക്ഷിയിൽ മുന്നണി മര്യാദയെ മുൻനിർത്തി ചർച്ച ചെയ്യാത്ത ഒരു വിഷയം, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷിയുടെ താല്പര്യമോ അറിവോ ഇല്ലാതെ, അവരുടെ സമ്മതമോ ഇല്ലാതെ അത് നടപ്പാക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് അതിനെക്കുറിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സംസാരിക്കണം? അവസാനം CPI നിലപാട് മാറ്റിയേക്കാം, പല വിഷയങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ മുന്നണി മര്യാദ എന്നൊരു കാര്യം അവിടെ പറയാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതേ മര്യാദ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് CPIയോടാണ്. അതില്ല. സത്യത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ്? CPIക്ക് അവരുടെ ചിഹ്നത്തിലെ നെൽക്കതിരിന്റെ വില പോലും CPM കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ അതിനെ പറയേണ്ടുന്ന കാര്യമില്ല. കാരണം അവരെ അറിയിക്കുന്നില്ല, അവരുടെ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അവരെ ഒന്ന് പാസിഫൈ ചെയ്യാൻ പോലും ശ്രമിക്കുന്നില്ല. സ്വന്തം നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ചർച്ചയാകാം എന്നൊക്കെ പറയുകയാണ്. നിസ്സാരമല്ല, 1400ഓളം കോടി രൂപ കിട്ടാനുള്ളതാണ്. ആ രൂപ കിട്ടിയില്ലെങ്കിൽ ഇവിടെ സർവശിക്ഷ കേരള പദ്ധതി, SSK പദ്ധതി
തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ തന്നെ അതിന് വലിയ ന്യൂനതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണതലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ രസകരമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെയും അദ്ദേഹം പറഞ്ഞതാണ്, മുമ്പ് ഞാനുമായിട്ട് ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇടതുപക്ഷത്തിന്റെ നയം നടപ്പാക്കുവാനുള്ളതല്ല ഇടത് സർക്കാർ എന്ന്. അത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഭരണപരമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും, അതിൽ ഈ ഇടതുമുന്നണി കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന്. ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം, നിലപാട് നടപ്പിലാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടം ഉണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. ഞാനിതിലിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ശ്രീ സന്ദീപ് വാചസ്പതി, നിങ്ങൾ ഈ ഒരു അന്തരാള ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ടിട്ട് ശരിയായില്ല. കാരണം ഈ സർവശിക്ഷ കേരള ആ SSK പദ്ധതിയിലേക്ക് പണം നൽകാതെ അവിടെ ഒരു പൂട്ടിട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ PM ശ്രീ പദ്ധതി വരുമ്പോൾ PM ശ്രീ അംഗീകരിച്ചാൽ ഞങ്ങൾ അവിടെ ഫണ്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ ഒരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത് വേറെ രക്ഷയില്ല അത് തുറക്കുന്നതിന് വേണ്ടി. അതാണിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത്, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, PM ശ്രീ ഒന്നും ഞങ്ങൾ പാർട്ടി അംഗീകരിക്കില്ല. പക്ഷേ ഭരണതലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. വല്ലാത്തൊരു പൂട്ടായി പോയി ഇത്. അല്ല, നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കേട്ടിട്ടുണ്ടല്ലോ മഞ്ജുഷേ, പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്ന്. ഇപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം കിട്ടിയാൽ ഞങ്ങൾ എന്തും ചെയ്യും. അതല്ലേ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഈ CPMകാരുടെ ഇപ്പോഴത്തെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടി പല വിശദീകരണങ്ങൾ മാറി മാറി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് അവരുടെ നിലപാടിന് പ്രസക്തി? ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ സർവശിക്ഷാ അഭിയാൻ്റെ അല്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ്റെ പണം കൊടുക്കുക, അതൊക്കെ പച്ചക്കള്ളമാണ്. അങ്ങനെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആ പദ്ധതിയുടെ പണം തരില്ല എന്നൊന്നും ഒരു സർവശിക്ഷ അഭിയാനല്ല, ഇവിടെ കേരളത്തിൽ സർവശിക്ഷ കേരള അതെ ആയിക്കോട്ടെ, ഇനി എന്തു പേര് അവരിട്ടാലും ഇവിടെ പേരുകളാണല്ലോ പ്രശ്നം. എല്ലാ സംസ്ഥാനങ്ങളിലും അതത് പേരിൽ സർവശിക്ഷാ അഭിയാൻ നടക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അതിന് ഒപ്പിട്ടില്ലെങ്കിൽ ഇതിന് തരില്ല എന്നൊക്കെ പറയാൻ ഇത് ആരുടെയും കുടുംബകാര്യമൊന്നുമല്ലോ. PM ശ്രീ എന്നുള്ളത് ഒരു പ്രത്യേക പദ്ധതിയാണിത്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ക്യാബിനറ്റ് മറ്റൊരു രീതിയിൽ അംഗീകരിച്ച എല്ലായിടത്തും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ നിർവഹണ ഫണ്ടിൻ്റെ ഭാഗമായി വന്നതല്ല. ഇതൊരു പ്രത്യേക സ്കീമാണ്. ഈ സ്കീം നടപ്പാക്കുമ്പോൾ മാത്രമേ ആ പണം കിട്ടുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇത് തടഞ്ഞു വെച്ചു, അതായത് കേന്ദ്ര സർക്കാർ ഇത് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. PM ശ്രീ പദ്ധതി പ്രകാരം നടപ്പാക്കാത്തത് മൂലം, അതായത് 2022 മുതലുള്ള കാലഘട്ടം ഇപ്പോൾ 25 വരെയുള്ള 3 വർഷം കൊണ്ട് ഇത് നടപ്പാക്കാത്തത് മൂലം ഏകദേശം 1200 കോടി രൂപ കേരളത്തിന് കിട്ടാതെ പോവുകയാണ് ചെയ്തത്. അതാരും തടഞ്ഞു വെച്ചതല്ല. ഈ 1200 കോടി രൂപ എപ്പോഴാണ് കിട്ടുക? PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ അംഗമായി ചേർന്നാൽ മാത്രം. അപ്പോൾ ആ പദ്ധതിയിൽ ചേരുന്നവർക്ക് മാത്രം കൊടുക്കുന്ന പണം ഞങ്ങൾ ചേരാതെ തന്നെ തരണം എന്ന് പറയുന്നതിൻ്റെ അകത്തെ പൊള്ളത്തരം എത്രമാത്രമുണ്ട് എന്ന് ഭരണഘടനാ സംവിധാനങ്ങളെ പറ്റിയും ഭരണ സംവിധാനങ്ങളെ പറ്റിയും അറിയുന്ന ഏതൊരാൾക്ക് മനസ്സിലാകുന്നതാണ്. അവർ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പലവിധങ്ങളായ മുട്ടുനായങ്ങൾ പറയുന്നവരാണ് CPIMന്റെ നേതാക്കന്മാരെ നമുക്കറിയാം. അവരുടെ ലോജിക്ക് അവർക്ക് മാത്രമേ കാരണം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരളം ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാനം അംഗീകരിച്ചു, അത് ഭരണതലത്തിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു. പാർട്ടി തലത്തിൽ മാറ്റി നിർത്താം, അവിടെ പാർട്ടിക്കും മുന്നണിക്കും വ്യത്യസ്തമായ നിലപാടാണ്. ഭരണതലത്തിൽ അംഗീകരിച്ചു. അതാണ് V ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കൂടി ഉണ്ടായിരുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ നയവും നടപ്പാക്കുമെന്നാണ്. നടപ്പാക്കുന്നതിൽ എന്ത് കുഴപ്പമെന്നും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങളുടെ നിലപാട് തന്നെ അംഗീകരിച്ചു സംസ്ഥാന സർക്കാർ. അതെ, നമ്മളെന്താ പറയുന്നത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു ന്യായമനുസരിച്ച് ഇത്രകാലം വൈകിയതിന് ഇവരാരോട് സമാധാനം പറയും? ശരിയാണ്, അവർ നടപ്പാക്കുന്നതിനെ നാം അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താ, ഇത് നടപ്പാക്കാതെ സംസ്ഥാനത്തിന് മുൻപോട്ടേക്ക് പോകാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്.
കാരണം നാം ഒന്ന് നോക്കൂ മഞ്ജുഷേ, ഈ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ നയം എന്നത്തെ വിദ്യാഭ്യാസ നയം നാം ഈ 2022 NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് വരെ ഭാരതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ നയം എന്നത്തേതാണ്? 1985-ലോ 86-ലോ ആണ് അവസാനമായി വന്നത്. അന്നത്തെ വിദ്യാഭ്യാസ നയമാണ് ഈ ഇത്രയേറെ ലോകം മാറിയ 2020കളിലും നാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നത് ലജ്ജാകരമായ ഒരു സംഗതിയായിരുന്നില്ലേ? നാം നോക്കൂ, 1985-ലോ 86-ലോ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെടുമ്പോൾ ഇവിടെ ഇന്റർനെറ്റ് വന്നിട്ടില്ല, ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടില്ല, ടെലികമ്മ്യൂണിക്കേഷൻ രംഗമുണ്ടായില്ല, പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായില്ല, നാനോ ടെക്നോളജി ഉണ്ടായിട്ടില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിട്ടില്ല, തുടങ്ങി എത്രയോ ലോകം ബഹുദൂരം മുൻപോട്ടേക്ക് പോയി. അപ്പോഴും നാം ഏതോ ശിലായുഗത്തിന്റെ സിലബസ് പഠിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് പോകേണ്ടി വരുന്നു എന്നതൊരു ഗതികേടായിരുന്നു. ആ ഗതികേടിനെ നരേന്ദ്രമോദി സർക്കാർ വന്ന് മാറ്റുമ്പോൾ പോരാ, കേരളത്തിലെ കുട്ടികൾ ശിലായുഗത്തിലെ സിലബസ് തന്നെ പഠിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്തെ മണ്ടത്തരം അല്ലെങ്കിൽ അതിനകത്ത് പൊള്ള എത്രമാത്രമുണ്ട് എന്ന് കാലം അവരോട് കണക്ക് ചോദിക്കുമെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഗതികേട് കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ യു ടേൺ രാഷ്ട്രീയത്തിന്റെ കാര്യമാണല്ലോ, അത് അദ്ദേഹം വി ശിവൻകുട്ടിയാണോ യു ശിവൻകുട്ടിയാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഇത് ഫണ്ടിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഫണ്ടിന് വേണ്ടി മാത്രമാണ്. അപ്പോ എന്ത് പറഞ്ഞാലും അതിനകത്ത് യു ടേൺ അങ്ങനെ എങ്ങനെയാണ് മഞ്ജുഷ പറയാൻ പറ്റുന്നത്? അങ്ങനെ ഫണ്ടിന് വേണ്ടി മാത്രമായിരിക്കണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് പൊട്ടന്മാരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പൈസ വാങ്ങി മിണ്ടാതിരിക്കാം. അത് പറ്റില്ലല്ലോ സാർ. പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനോടൊപ്പം റെഗുലേഷൻസ് ഉണ്ടാകും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കേണ്ടി വരും. ഇത് ചുമ്മാതെ എന്താ ഈ പറയുന്നത്, മിൽമായിൽ പാലളക്കുന്നത് പോലെ ചുമ്മാതെ അളന്നെടുത്ത് കൊടുക്കുക അല്ലല്ലോ, അതിനുപോലും ഒരു കണക്കില്ലേ? അപ്പൊ ഇതിവിടെ കൊടുക്കുന്ന പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൃത്യമായ നിബന്ധനകളോടെ ഗൈഡ് ലൈനുകളോടുകൂടി മാറുക. എങ്ങനെയാണ് ഇത് നടപ്പാക്കേണ്ടതെന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാകില്ലേ? ഡബിൾ സ്റ്റാൻഡ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നു ആ പാഠ്യപദ്ധതി ഒന്നും ഇവിടെ നടത്തില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ധാരണാപത്രത്തിലൊന്നും ഇല്ല എന്ന്. അതേ ആൾ തന്നെ പറയുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണോ ഉള്ളതെന്ന്. അങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡ് വന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ CPIയുടെ എതിർപ്പ് കാര്യമാക്കേണ്ടതുണ്ടോ? ഇതിനു മുൻപും CPI പലതവണ എതിർപ്പ് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇവിടെയും ഇപ്പോൾ ശ്രീ ശ്രീജിത് പണിക്കർ പറഞ്ഞതുപോലെ അവരുടെ ചിഹ്നത്തിലുള്ള ആ കാര്യം പറഞ്ഞാൽ പോരെ ഇല്ലേ? നെൽക്കതിരിന്റെ വില പോലുമില്ല എന്ന ശ്രീജിത് പണിക്കരുടെ ആ ഒരു പരാമർശം വളരെ അർത്ഥഗർഭമായ കാര്യമാണ്. എത്രത്തോളം വിലയാണ് ഒരു മുന്നണി സംവിധാനത്തിൽ CPIക്ക് ലഭിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. ഇവിടെ വൈരുദ്ധ്യമുണ്ട്, ഭൗതികതയുമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് സെൻസിൽ പറയുന്ന ഒരു ലാർജർ സെൻസിലല്ല, സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചല്ല, മറിച്ച് വൈരുദ്ധ്യങ്ങളുടെ വലിയ ഒരു കലവറ തന്നെ തുറക്കുകയാണ് നമ്മുടെ മുമ്പിൽ. നോക്കൂ, ശ്രീ ശിവൻകുട്ടി പറയുന്നത് എന്താണ്? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എന്താണ്? ഈ പറയുന്ന പദ്ധതി നടപ്പാക്കിയേ തീരൂ, കാരണം ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ഫണ്ടുകൾ വാങ്ങി എടുക്കേണ്ടതുണ്ട്, നമുക്ക് അവകാശപ്പെട്ടതാണ്. ഏതാണ്ട് 8400 കോടി രൂപയുടെ വരുമാനമാണ് വരേണ്ടത്. അതിൽ ഈ ഒരു പദ്ധതി അനുസരിച്ചെങ്കിലും 1466 കോടിയുടെ ഒരു ഫണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് ലഭിക്കേണ്ടതാണ്. അതേസമയം ഈ മറുപക്ഷത്ത് എന്താണ്? ഇത് വിശാലമായ അർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ഇതെങ്ങനെ സാധിക്കും? ഇത് ലിങ്ക്ഡാണ് എന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും പൊതുവെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാർജർ പിക്ചറിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിയെ കാണാനാവൂ. അതെങ്ങനെ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇത് ഭൗതികവാദമാണ്. കാരണം ഇത് ഭൗതികതയാണ്. ഇത് പണത്തിന് പണം തന്നെ വേണം. സംസ്ഥാന ഖജനാവ് ഗാലിയാണ്. ഇത് പണം ആവശ്യമുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ചേരുക? ഇനി രണ്ടാമത്തെ വൈരുദ്ധ്യം എന്താണ്? ഇവിടെ CPI CPM ഏകോത്തര സഹോദരങ്ങളെ പോലെ പോകുന്നുണ്ട്. വിഖ്യാതമായ ഒരു രീതിയുണ്ട്. മുന്നണി സംവിധാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടെ എപ്പോഴും പറയുകയാണ്, ഞങ്ങളുടെ മുന്നണി സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കണ്ടുപഠിക്കൂ, അവിടുത്തെ ഏകോപനം കണ്ടുപഠിക്കൂ. ഇവിടെ യാതൊരു ഏകോപനവുമില്ല. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ വലിയ കലവറയാണ്. ഒരേ കാര്യത്തെ തന്നെ മുന്നണിയിലെ രണ്ട് പ്രമുഖ കക്ഷികൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. അത് രണ്ടാമത്തെ വൈരുദ്ധ്യം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, രണ്ട് പാർട്ടികളുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. അതാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത്. CPMന്റെ നിലപാട് അത് തന്നെയാണ്, CPIയുടെ നിലപാടും അത് തന്നെയാണ്. പക്ഷെ ഭരണതലത്തിൽ വരുമ്പോഴേക്കും ചില വിട്ടുവീഴ്ചകൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടി വരുമെന്ന്. അവിടെയാണ് ശ്രീ മഞ്ജുഷ, അവിടെയാണ് കോംപ്രമൈസ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ തീസീസ്, ആന്റിതീസീസ് ആൻഡ് സിന്തസിസ് എന്നാണല്ലോ പറയുക. ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നു, അതിന് ഘടക വിരുദ്ധമായ ഒരാശയം
മറുപക്ഷത്ത് വരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനത്തിൽ മൂന്നാമതൊരാശയം, ഒരു വയാമീഡിയ എന്ന നിലയിൽ ഇത് രണ്ടുമല്ല മൂന്നാമതൊരെണ്ണം വരുന്നു. ആ മൂന്നാമത്തെ ആശയത്തിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നയങ്ങൾ ആ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ കാവ്യവൽക്കരണം, വിതിൻ കോട്ട് കാവ്യവൽക്കരണം എന്ന് പറയുന്ന ആ രീതിയിലുള്ള നിബന്ധനകൾ ഒന്നും ആ രീതിയിൽ സിലബസിലെ പരിഷ്കരണം ഉൾപ്പെടെ സിലബസിൽ നിന്നും ചില നിർണായക ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് ഉൾപ്പെടെ നടക്കില്ല. അതേസമയം ഫണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. സന്ദീപ് പറയുകയും ചെയ്തു, അങ്ങനെ ചുമ്മാ കേന്ദ്രം ഇത് വെറുതെ ഫണ്ട് തന്നിട്ട് നിങ്ങൾ നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നവരല്ല. അവിടെ നിരീക്ഷണം ഉണ്ടാകും, വിലയിരുത്തലുകൾ ഉണ്ടാകും. അവിടെയാണ് സമഗ്രമായി ഇതിനെ കാണേണ്ടത്. ഈ ഒരു കാര്യത്തെ ഒരു ടോട്ടൽ പിക്ചർ പലപ്പോഴും നമ്മൾ മറക്കുന്നു. ഇതൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികളിൽ ഒന്നാണ് PM-ശ്രീ പദ്ധതി. അപ്പോൾ അതിനെ ഈ ലാർജർ കോണ്ടെക്സ്റ്റിൽ നിന്നും അടർത്തിയെടുത്ത് PM-ശ്രീയെ നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം വൈരുദ്ധ്യം എന്താണുള്ളത്? ശരി, ഓക്കെ ജയകൃഷ്ണൻ, ഈ ഒരു വൈരുദ്ധ്യമാണല്ലോ CPI ചൂണ്ടിക്കാട്ടുന്നതും. പക്ഷേ മന്ത്രിക്ക് നേരം വെളുത്തു എന്നും വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നാൾ എതിർത്തതിന് ശേഷം അംഗീകരിക്കുന്നു. അതുവഴി സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളെ അവയ്ക്ക് കൂടി പ്രയോജനകരമാകുന്ന ഈ സർവശിക്ഷ അഭിയാൻ്റെ കീഴിൽ, ഇവിടെ പറയുമ്പോൾ സർവശിക്ഷ കേരള, അതിലേക്ക് ഫണ്ട് വരുന്നു. അപ്പോൾ അതൊരു ഗുണകരമായ കാര്യമാണല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതെ ഈ പാഠ്യപദ്ധതിയിൽ പോലും മാറ്റം വരുമല്ലോ. അതോ ഈ പറയുന്നത് പോലെ ഈ കുറച്ച് സ്കൂളുകളിൽ മാത്രം, ഈ തെരഞ്ഞെടുത്ത ഈ ബ്ലോക്കുകളിലെ 1-2 സ്കൂളുകൾ, അങ്ങനെ ഏതാണ്ട് 300ഓളം സ്കൂളുകൾ, അവിടെ മാത്രം നടപ്പാക്കിയാൽ മതിയോ? അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കേണ്ടി വരില്ലേ? അതൊക്കെയല്ലേ നിങ്ങളുടെ എതിർപ്പിന് കാരണം? തീർച്ചയായും ഇവിടെ ഉന്നയിക്കപ്പെട്ട 1-2-3 കാര്യങ്ങൾ തന്നെ അതിന് മറുപടിയാണ്, ഉത്തരമാണ്. കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് വെറുതെ തരുന്ന ഫണ്ട് അല്ലല്ലോ. മുമ്പ് ബജറ്റ് വിഹിതമായിട്ടാണ് ഓരോ ഇനത്തിലും പണം തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബജറ്റ് വിഹിതം മാറി പ്രൊജക്ടുകളായിട്ടാണ് ഓരോന്നിനും ഫണ്ട് തരുന്നത്. വിദ്യാഭ്യാസത്തിന് അർഹമായ വിഹിതമാണ് സർക്കാരിന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതമാണ് പ്രോജക്ട് ഇനത്തിൽ തരുന്നത്. അതിലൊന്നാണ് SSK. അത് ആ SSKയുടെ വിഹിതം പിടിച്ചു വെച്ചിട്ട് അതിന് ചില നിബന്ധനകളുണ്ട് എന്ന് പറയുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാതെ അതിന് PM-ശ്രീ അംഗീകരിച്ചാൽ മാത്രമേ SSKയുടെ ഫണ്ട് തരൂ, എങ്കിൽ മാത്രമേ ഭിന്നശേഷി കുട്ടികൾക്ക് പണം വേണ്ട സഹായം നൽകൂ, എങ്കിൽ മാത്രമേ ഉച്ചഭക്ഷണത്തിനുള്ള തുക തരൂ. ഇതൊന്നും കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലല്ലോ, കേന്ദ്രം തരുന്ന ഔദാര്യമല്ലല്ലോ ഇതൊന്നും. സംസ്ഥാനത്തിന്റെ വിഹിതം അർഹമായ വിഹിതമല്ലേ? ആ ഇനത്തിൽ ഇതെല്ലാം തരണമെങ്കിൽ നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഇന്ന കമ്പോണൻസ് കൃത്യമായി ഇവിടെ നടപ്പിലാക്കണം എന്ന് പറയുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതിന്റെ സ്ട്രക്ചറുകളെ കുറിച്ചാണ്. ഞങ്ങൾ ചോദ്യം ചെയ്തത് ഒറ്റ കാര്യം മാത്രമാണ്. എന്താണ് കേരളം ഇവർ പറഞ്ഞ PM-ശ്രീയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാലയങ്ങളുടെ ഘടന, അല്ലെങ്കിൽ അതിന്റെ സൗകര്യങ്ങൾ, അതിന്റെ മറ്റ് കുട്ടികൾക്ക് ലഭിക്കേണ്ട സൗകര്യം, ഇതെല്ലാം ഇതിനു മുമ്പേ മെച്ചപ്പെടുത്തി ആ നിലയിൽ നിന്നും മെച്ചപ്പെട്ട സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. വളരെ പരിമിതമായി എവിടെയെങ്കിലും അപവാദങ്ങൾ ഉണ്ടാകാം. എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ PM-ശ്രീ സ്കൂളിൽ എന്തൊക്കെയാണോ നടപ്പാക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനെല്ലാം മീതെ നിലവാരം നേടിയിരിക്കുന്ന സ്കൂളുകളാണ്. എനിക്കുള്ള സംശയം ചോദിച്ചോട്ടെ, കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്, സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അത് മികവിന്റെ കേന്ദ്രങ്ങളല്ലേ? ആയിക്കോട്ടെ, മികവിന്റെ കേന്ദ്രങ്ങളായിക്കോട്ടെ. ഞാൻ 14,500 വിദ്യാലയങ്ങളാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനകത്ത് 10 ലക്ഷത്തിലധികം സ്കൂളുകളുണ്ട്. ആ 10 ലക്ഷത്തിലധികം സ്കൂളുകളിൽ 14,500 മികവിന്റെ കേന്ദ്രങ്ങളാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു കണക്ക് പാർലമെന്റിനകത്ത് ചോദ്യത്തിന് ഉത്തരമായി വന്നിരിക്കുന്നത് 17,000 വിദ്യാലയങ്ങൾ 5 വർഷത്തിനകം ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് അടച്ചുപൂട്ടിയെന്നാണ്. ആദ്യം ആ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനും കുട്ടികൾക്ക്, ഉത്തരേന്ത്യയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുമുള്ള സംവിധാനമാണ് ആദ്യം ഒരുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടായിരുന്ന തർക്കം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നുള്ളത് അത് പൊതുവിൽ എതിർത്തിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളിൽ MOU ഒപ്പുവെക്കുമ്പോൾ എന്താണ് MOU ഈ പുതിയ സാഹചര്യത്തിൽ ഒപ്പുവെക്കാനുള്ള കാര്യം? അതിൽ എന്തൊക്കെ വ്യവസ്ഥകളാണുള്ളത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തേണ്ടതുണ്ട് MOU എന്താണ് എന്നുള്ളത്. കാരണം PM-ശ്രീയിൽ വെച്ചിരിക്കുന്ന MOU-ൽ പറയുന്നത് കരിക്കുലത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അത് വേണ്ട എന്നാണോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്
മുന്നണി മര്യാദയോ മറ്റു മര്യാദകളോ ഒക്കെ രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്യട്ടെ. എന്തുകൊണ്ട് 2 തവണ മാറ്റിവെച്ച കാര്യം വീണ്ടും ഒരു ബൈലാറ്ററൽ ടോക്കിലൂടെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഇങ്ങനെ രഹസ്യമായി കൊണ്ടുപോയി ഒപ്പിടണം? ഈ തർക്കങ്ങളെല്ലാം നടക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും സമഗ്ര ശിക്ഷ കേരളയുടെ ഡയറക്ടറും 2 ദിവസമായി ഡൽഹിയിലുണ്ട്. അവർ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചുപോയി രഹസ്യമായി ഒപ്പിട്ട് തിരിച്ചു വരുന്നത്? ഇത് കേരളത്തിനകത്ത് ചർച്ച ചെയ്ത് ഈ വിശ്വാസത്തിലെടുക്കാൻ, ഇത് ഞങ്ങളാരും അന്യരല്ലോ. ഇതിനകത്ത് ചർച്ച ചെയ്താൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഗുണപരമായ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ് ഞങ്ങളൊക്കെ. എങ്കിൽ എന്തുകൊണ്ട് ഇത് പൊതുവിൽ ചർച്ച ചെയ്ത് നമുക്ക് സ്വീകരിക്കാവുന്ന നയങ്ങൾ ഇതാണ്, പരിപാടികൾ ഇതാണ് എന്ന് ധാരണയെത്തി പോയി ഒപ്പുവെച്ചുകൂടായിരുന്നു? അത് ഒരു സംശയത്തിന്റെ മുനയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ലേ? ഈ പറയുന്ന സർവശിക്ഷ കേരളയ്ക്ക് അർഹമായ പണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത് ഒപ്പുവെച്ചേ തീരൂ PM ശ്രീ പദ്ധതി, ആ ഒരു നറേറ്റീവ് അതാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയും നൽകുന്നത്. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ? തീർച്ചയായും ഈ സർവശിക്ഷ കേരളക്ക് 2023 മുതൽ ഇങ്ങോട്ട് തുക ലഭിക്കാനുണ്ട്. ഈ പറഞ്ഞ കോടികൾ തന്നെയുണ്ട്. സർവശിക്ഷ കേരളയുടെ വിഹിതം 60% കേന്ദ്ര സർക്കാർ തരേണ്ടത്, 40% സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഇത് തടഞ്ഞു വെച്ചത് മൂലം കേരളത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ ചോദിച്ച പോലെ, ഇന്ത്യക്കകത്ത് ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ നയമല്ല ഇത്. 1946 ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഇതിനു മുമ്പ് NCF എന്ന് പറയുന്ന UPA കാലത്തുള്ള ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക്, ഇതെല്ലാം വിദ്യാഭ്യാസ നയമായിരുന്നു. അല്ലാതെ പുരാതന കാലത്ത് ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠിപ്പിക്കുവാൻ വേണ്ടി പുതുതായി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ നയമുണ്ടല്ലോ, അതല്ല ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം. ഇതിനു മുമ്പേ പടിപടിയായി വളർന്നു വന്ന വിദ്യാഭ്യാസ നയങ്ങളുടെ മേലെയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ശരി, പക്ഷെ അതിനെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ല, നിങ്ങൾ രണ്ടുപേരും യോജിച്ചെതിർത്തിരുന്ന കാര്യം ഇപ്പോൾ CPM അനുകൂലിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് പറയാനുണ്ട്, ബഹുമാനായ മന്ത്രി, അതെ, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും ഇവിടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിയത് ഒരു മുൻകാല വിദ്യാർത്ഥി സംഘടനാ നേതാവാണല്ലോ അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുക? ശരി, റജി അതിനുള്ള മറുപടി നിസ്സാരമല്ല. CPIയുടെ എതിർപ്പ്, CPIയുടെ അധ്യാപക സംഘടനയുടെ പ്രസിഡന്റാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. CPIയുടെ അധ്യാപക സംഘടനയുടെ പ്രസിഡന്റാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ശ്രീ റജി, അത് ഒറ്റ മറുപടി, ആ പത്രസമ്മേളനം മുഴുവൻ കേട്ടിട്ടുണ്ട്. അല്ലത് കേൾക്കൂ, ഒരു സെക്കൻഡ് സന്ദീപ്, റജി അല്ലത് കേൾക്കൂപ്പേ. പത്രസമ്മേളനം മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട യൂണിയൻ നേതാവ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വിശ്വാസം ഞങ്ങൾക്ക് പി ശിവൻകുട്ടി മന്ത്രിയിലുണ്ട്. ഞങ്ങളുടെ സഖാവാണ്, ഞങ്ങളുടെ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെന്താണ് അദ്ദേഹം വിശ്വസിക്കുന്നു പറഞ്ഞത്? ഈ പറയുന്ന NEP നടപ്പാക്കിയായിരുന്നു. അതുപോലെ PM ശ്രീ പദ്ധതിയിൽ PMOയുടെ പേരോ മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പണമോ ഇല്ലെന്നും ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി 24 ഞങ്ങൾ വേറെ ചർച്ച എന്ന് പറയുമ്പോൾ ആ ബിനോവിശ്വം പറഞ്ഞതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതായത് ഈ PMന്റെ പടം, മോദിയുടെ പടം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വെറും പ്രചാരണം നടത്തിയതാണ് ഇതുവരെ. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പോയി നോക്കൂ, അതിന്റെ ബോർഡിൽ PM ശ്രീ സെൻട്രൽ സ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മോദിയുടെ പടമൊന്നുമില്ല. നിങ്ങളാണ് പറഞ്ഞത്. അല്ല, ഈ കേന്ദ്ര പദ്ധതികളൊക്കെ നിങ്ങൾ അംഗീകരിക്കാത്തതിനൊരു പ്രധാന കാരണം അതിലെല്ലാം മോദിയുടെ പടം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങളാണ്. മോഡിയുടെ പടം വെക്കണമെന്ന് പറഞ്ഞ ആരോടും നിശ്ചയിക്കുന്ന CPIയുടെ നേതാക്കളാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. അയ്യോ റജി, പടമല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറയുന്നത് കേട്ടു, ഞങ്ങൾ ബോർഡിനെയോ മോഡിയുടെ പടത്തെയോ അല്ലെങ്കിൽ PM ശ്രീ എന്ന പേരിനെയോ എതിർത്തിട്ടില്ല. ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനെയാണ് ഞങ്ങൾ അധ്യാപക സംഘടന എന്ന നിലയിലും വിദ്യാർത്ഥി സംഘടനകളും എതിർത്തിട്ടുള്ളത്. നിങ്ങൾ അധ്യാപക ഞാൻ CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യമായി പറഞ്ഞത്. നിങ്ങൾ അധ്യാപക സംഘടന നിങ്ങൾ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നത്? നിങ്ങളോട് സംസാരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി അവസാനം പറഞ്ഞതിനോട് പറയേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നമ്മൾ തർക്കിക്കണമാണല്ലോ, അതാണ്. പക്ഷേ ഈ CPM തർക്കം തന്നെയാണിത്. CPI തർക്കം ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പോലെ. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? ഞാനും അദ്ദേഹം പ്രതിനിധിക്കുന്ന ഇടതുപക്ഷത്തിനല്ലേ? അവൻ മര്യാദ കാണിക്കണ്ടേ? മുന്നണി മര്യാദകൾ കാണിക്കണം. ശരിയാണ്, മുന്നണി മര്യാദ കാണിക്കണം. പരസ്പരം തർക്കിക്കുമ്പോൾ മുന്നണി മര്യാദകൾ കാണിക്കണം. ശരി റജി.
എന്റെ പൊന്നു മഞ്ജുഷ, ഇത് എന്തൊരു ബോറാണ്. ഒരാളെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കാതിരിക്കുക, താങ്കൾ മറ്റുള്ളവരെ പറയൂ. കേൾപ്പിക്കുക. ഇവിടെ എന്റെ സുഹൃത്ത് സഞ്ജീവ് വനസ്പതി, എന്റെ വളരെ അടുത്ത സുഹൃത്താ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേട്ടപ്പെടുത്ത ഉള്ളി ചിരി തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ അപരിഷ്കൃത യുവത്തിലെ കാര്യങ്ങളാണ് കേരളത്തിലെ സിലബസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാ, പക്ഷെ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതിനെ നയിക്കുന്ന പാർട്ടിയുടെ പേര് BJP. അവർ പറഞ്ഞാൽ അറിയോ, അത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പകുമാർ ആദ്യമായിട്ട് ഇന്ത്യ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോ കണ്ടുപിടിച്ച് വികസിപ്പിച്ചെടുത്തത് ഞങ്ങൾ ഇന്ത്യക്കാരാന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് പോയി പ്രസംഗിച്ച ആളുടെ പേര് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്നാ. എന്നിട്ട് അദ്ദേഹം പറയാണ് അപരിഷ്കൃത ശിലായുധത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് ഒരു മറുപടി ഇന്നലെ ഒരു പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടു. അത് സഞ്ജീവ് വനസ്പതി ഒന്ന് കേൾക്കണം. പാലാ സെന്റ് തോമസ് കോളേജിൽ ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമു, നമ്മുടെ ആരാധ്യയായ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒന്ന് പ്രസംഗിച്ചതാന്നുള്ള താങ്കളെ ഒന്ന് മുഴുവൻ കേൾക്കണം. അദ്ദേഹം അവർ ഓരോന്നും എടുത്തു പറഞ്ഞു. ഇംഗ്ലീഷ്, മനോഹരമായ ഇംഗ്ലീഷ് അദ്ദേഹം അവർ പ്രസംഗിച്ചു. ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ ഒരുപാട് ആളുകളോട് ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മാതൃകയെ എടുത്തെടുത്ത് പറഞ്ഞു ഓരോ സംസ്ഥാനത്തെയും. അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് ഇവിടെ ശിലായുഗത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പറഞ്ഞതിനെ പ്രിയ സുഹൃത്ത് സന്ദീപ് തള്ളി പറയുന്നുണ്ടോ? ശരി, സന്ദീപ് മറുപടി. സന്ദീപ്, ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. ആദ്യം സംസാരിച്ച എനിക്ക് ആരാന്ന് എനിക്കറിയില്ല, അധ്യാപക സംഘടനയുടെ CPI-യുടെ അധ്യാപക സംഘടനയായ AKSTU-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ OK ജയകൃഷ്ണനാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ OK ജയകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതാണ്. ഒന്നോ രണ്ടോ അപവാദങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ PM-ശ്രീ പദ്ധതി നടപ്പാക്കുക അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്. ശ്രീ ജയകൃഷ്ണൻ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് ഇവിടുത്തെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നന്നാക്കുന്നതിന് മാത്രമല്ല എന്ന് താങ്കൾക്ക് അറിയാത്തതല്ലോ. താങ്കളുടെ മുമ്പ് പറഞ്ഞ മുന്നണി ബാധ്യതയുടെ ഭാഗമായിട്ടായിരിക്കും താങ്കൾ അത്തരത്തിലുള്ള ഒരു വളച്ചു തിരിച്ചുള്ള ഉത്തരം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയത് രാജ്യത്തെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നന്നാക്കാനോ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ വേണ്ടി മാത്രമല്ല എന്ന് താങ്കൾക്ക് അറിയാത്തതല്ല. താങ്കൾ ദയവ് ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനിപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരിക്കുലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി, സിലബസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി, പുതിയ സ്കീമിങ്ങിനെ പറ്റി, കുട്ടികൾക്കുള്ള പുതിയ പഠന രീതികളെ പറ്റിയൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ സമയം അപഹരിക്കാനില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് താങ്കൾ പറഞ്ഞത്. അതും താങ്കൾക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. രാജ്യത്ത് ശരിയാണ് കുറെ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ മെർജിംഗ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ സ്കൂളുകളിലേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി നിലവിലുള്ള പ്രൈമറി സ്കൂളുകളെ പലതിനെയും സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റുന്ന ഒരു നടപടി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് സ്കൂളുകൾ പലതും അടച്ചുപൂട്ടിയിട്ടുള്ളത് എന്ന് താങ്കൾ അറിയില്ല എങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രാജ്യത്ത് പ്രൈമറി സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ആദ്യമായി വന്നത് രാജ്യത്ത് ബർത്ത് കൺട്രോളിൽ ഉണ്ടായിട്ടുള്ള ശിശു ജനന നിരക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞു, ഞാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം പ്രിമിറ്റീവാണ് എന്നല്ല പറഞ്ഞത്. രാജ്യത്ത് നടപ്പാക്കിയ വിദ്യാഭ്യാസ നയത്തെ പറ്റിയാണ്. 86-ൽ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നയമാണ് നമുക്കുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ 86-ൽ ആ ഒരു നയം നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ രാജ്യം ഇതേപോലെ വികസിച്ചിട്ടില്ല, ലോകം ഇതേപോലെ വികസിച്ചിട്ടില്ല എന്ന് റെജി ലൂക്കോസിന് അറിയാത്തതാണോ? അന്ന് ആഗോളവത്കരണം സംഭവിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ ഇല്ല, ടെലികമ്മ്യൂണിക്കേഷൻ, ഞാൻ പറയുന്നില്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല. ലോകം വന്ന മാറ്റത്തെ പറ്റി താങ്കൾക്ക് അറിയാത്തതല്ല. പിന്നെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ മന്ത്രി പുഷ്പക വിമാനത്തെ പറ്റി സംസാരിച്ചപ്പോൾ താങ്കൾക്ക് എന്താ ഇത്ര പൊള്ളുന്നതിന് കാരണം എന്താ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു സങ്കല്പത്തെ പറ്റി, ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു കാര്യത്തെ പറ്റി ഈ രാജ്യത്തെ മന്ത്രിമാരെല്ലാം സംസാരിക്കേണ്ട എന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചോളൂ, റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായിക്കോട്ടെ. റൈറ്റ് സഹോദരന്മാരല്ല കണ്ടുപിടിച്ചത്, വേറെ ആരെങ്കിലും ആണെന്നല്ല പറഞ്ഞു. ഈ രാജ്യത്ത് വിമാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു സർ. വൈമാനിക പ്രകരണം അടക്കമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിലുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് കുട്ടികളോട്, പുതിയ തലമുറയോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവർക്ക് അവരുടെ റൂട്ടിനെ പറ്റി, അവരുടെ വേരുകളെ പറ്റി അഭിമാനബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് റൈറ്റ് സഹോദരന്മാരുടെ കണ്ടെത്തലുകളെ പാടെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രവിരുദ്ധമായ നിലപാടുകളല്ല ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി പലതും പറഞ്ഞുകൊള്ളൂ, നമുക്ക് നയപരമായി വേറെ തർക്കിക്കാം. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആശയ പാപ്പരത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇന്നലെ വരെ മസിൽ പിടിച്ചു നിന്ന ആൾക്കാർ എന്തിനാണ് നിങ്ങൾ യു ടേൺ എടുത്തത്? അതാ ഞാൻ പറഞ്ഞത്, വി ശിവൻകുട്ടി അല്ല, യു ടേൺ ശിവൻകുട്ടിയാണ്. യു ടേൺ കുട്ടി എന്നാണ് അദ്ദേഹത്തെ ഇപ്പൊ അറിയപ്പെടുന്നത്. ഈ യു ടേൺ കുട്ടി നടപ്പാക്കുന്നത് യു ടേൺ കുട്ടി മാത്രമല്ല. ശ്രീമതി വീണ ജോർജ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കേരളത്തിലെ പ്രൈമറി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ മന്ദിർ എന്ന് എഴുതി വെക്കില്ല, അതിന് വേറെ നാട് നോക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഇന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയിലും എഴുതി വെച്ചിട്ടില്ലേ സർ? അപ്പൊ നിങ്ങള് പലപ്പോഴും പലവിധങ്ങളായ നയപരിപാടികളെ പറ്റിയും പലവിധങ്ങളായ സന്ദീപ് വേറെ രക്ഷയില്ല സന്ദീപ് അക്കാര്യത്തിൽ. കാരണം ഫണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഫണ്ട് തടയപ്പെടും. അല്ല സന്ദീപ് അത് ഇപ്പോഴാണ് തുറന്ന് സമ്മതിക്കുന്നതെങ്കിലും ആ ഫണ്ട് തടയപ്പെടുന്നതല്ല. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി കുറവാണ്, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ട്. അല്ല റെജി ഒരു നിമിഷം അതെ ഞാൻ അതിനെപ്പറ്റിയാ പറയാം. അത് സന്ദീപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ആരുടെയും വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ല എന്ന്. തടഞ്ഞു വെച്ചതിനുള്ള കാരണം പറയാം. അല്ലല്ല മഞ്ജുഷേ ഈ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഒരു ഇത് കേൾക്കൂ, അദ്ദേഹം ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5 വർഷം കേന്ദ്രത്തിൽ നിന്ന് വന്ന പണം എത്ര, കേരളം ചെലവഴിച്ച പണം എത്ര, ഒരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ ആദ്യം പുറത്തിറക്കട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലോ എവിടെ തടഞ്ഞു വെച്ചു, ആര് തടഞ്ഞു വെച്ചു. ഇവരുടെ പ്രചരണമാണെന്ന് ഇത്. എവിടെയാണ് തടഞ്ഞു വെച്ചത്? ഞാനതാ ചോദിച്ചത്. ഇത് ബജറ്റ് അലോക്കേറ്റഡ് ഫണ്ട് അല്ലല്ലോ PM ശ്രീക്കുള്ളത്, അത് വേറൊരു സ്കീമിനുള്ള പണമാണ്. ആ സ്കീമിനുള്ള പണം കിട്ടുന്നില്ല എങ്കിൽ ബജറ്റ് അലോക്കേഷന് വരുന്ന വേറെ പണം കിട്ടണ്ടേ? ഓരോ സ്കീമുകളാണ്, ആ സ്കീമുകൾ നടപ്പാക്കി അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായി ഫണ്ട് തടയപ്പെടും സുഹൃത്തെ. അല്ലാതെ നിങ്ങൾ പണ്ട് എന്താ പറയുക, ആകെ വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കുണ്ടല്ലോ, ആ കണക്ക് ഇപ്പൊ പോരാ. നിങ്ങൾ നടപ്പാക്കുന്ന ഓരോ പദ്ധതികളെ പറ്റിയും അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിന്റെ ഇവാലുവേഷൻ ഉണ്ടാകും, ഓരോ സ്റ്റേജിലും ഇവാലുവേഷൻ ഉണ്ടാകും. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടില്ലേ? എത്രയോ പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ പണം കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടിയിട്ടുള്ള SSA പദ്ധതിയുടെ അടക്കമുള്ള പണം തടഞ്ഞു വെച്ചു എന്നുള്ളത് CPIന്റെ കള്ളപ്രചരണം മാത്രമാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെയോ 11 വർഷത്തെയോ ഈ IRDF വന്നതിന് ശേഷം കേന്ദ്രം എവിടെയൊക്കെയാണ് പണം തടഞ്ഞു വെച്ചത് എന്ന കണക്ക് പുറത്തൂടെ. വെറുതെ ശിവൻകുട്ടി ബ്ലാബ്ല അടിച്ചത് കൊണ്ട് കണക്കാവില്ലല്ലോ. കണക്ക് ഇങ്ങനെയാണ്. ഈ കണക്ക് പുറത്തുവിടാൻ സന്ദീപ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടി പുറത്തുവിട്ട കണക്കനുസരിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. 2023-24 വർഷം കേരളത്തിന് നഷ്ടമായത് 188.58, 24-25 513, 25-26 കിട്ടേണ്ട 456, ആകെ 1158 കോടി രൂപ നഷ്ടമായി. ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷാ അഭിയാൻ കുടിശ്ശികയും PM ശ്രീ ഫണ്ടും ഉൾപ്പെടെ 1476 കോടി രൂപയാണ് സംസ്ഥാനത്ത് കിട്ടാൻ പോകുന്നത്. നിലവിൽ കേന്ദ്രം നൽകാൻ ധാരണയായിട്ടുള്ളത് 971 കോടി രൂപയാണ്. ഇതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ ശ്രീജിത്ത് പണിക്കർ? അതായത് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് PM ശ്രീയുടെ പദ്ധതിയാണ്. പക്ഷെ ഇല്ല സന്ദീപ്, അത് സമഗ്ര ശിക്ഷാ അഭിയാനിൽ മന്ത്രി പറയുന്നത് അതിന്റെ 60% ആണ്. സമഗ്ര ശിക്ഷാ അഭിയാനാണ് മന്ത്രി പറയുന്നത്. പലതും ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ശിവൻകുട്ടിയെ മുമ്പ് ഒരു കാര്യമുണ്ട് കേരളത്തിന് കിട്ടാനുള്ള റവന്യൂ വിഹിതത്തിന്റെ കാര്യത്തിലും അന്ന് ഈ രീതിയിലുള്ള ഫണ്ട് കേന്ദ്രത്തിന്റേതാണ്. ശരി, അതേ രീതിയിൽ തന്നെയാണോ ശ്രീജിത്ത്? കേന്ദ്രത്തിന്റെ ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടേണ്ടുന്ന കാര്യത്തിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ശ്രീ NK പ്രേമചന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് മറ്റൊരിക്കൽ അത് ആവർത്തിച്ചതാണ്. ആ സമയത്തൊന്നും തന്നെ കൃത്യമായ പ്രതിരോധം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്ര കോടിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുമ്പോൾ ആ എമൗണ്ട് അതിൽ പറയാറില്ല. ഇത് 2 രീതിയാണ്. ഒന്ന്, ഇവിടെയുള്ള ആൾക്കാരോട് ഒപ്റ്റിക്സിന് വേണ്ടി പറയുന്ന കാര്യം, ആ കാര്യം കേന്ദ്രത്തിലേക്ക് അയക്കാൻ പറ്റില്ല, കാരണം അത് വ്യാജമാണ് എന്നീ പറയുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, ഇവിടെ കേവലം ഒരു വർഷത്തേക്ക് ഇത്ര രൂപ എന്ന രീതിയിലേക്കുള്ള ഡയറക്റ്റ് അലോക്കേഷൻ അല്ല PM ശ്രീയിൽ ഉൾപ്പെടെ നടക്കുന്നത്.
കേന്ദ്രത്തിന്റെ സമഗ്ര ശിക്ഷാ അഭിയാനിലാണെങ്കിലും PM ശ്രീയിലാണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റുകൾ കംപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് കോഗ്നിറ്റീവ് ഇമോഷണൽ സോഷ്യൽ ലേണിംഗ്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് അലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പദ്ധതികൾ അവിടെ തയ്യാറാകണം. മോഡേൺ ലേണിംഗ് എൻവയൺമെന്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, സ്മാർട്ട് എക്യുപ്മെന്റുകൾ, ഈ കാര്യം വേണമെങ്കിൽ അത് ചെയ്യണം. അതേപോലെ ഗ്രീൻ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ അത് വാട്ടർ കൺസർവേഷൻ ആകാം, വേസ്റ്റ് റീസൈക്ലിംഗ് ആകാം, അതുമായിട്ട് കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ഫണ്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ പെഡഗോജിക്കൽ ഫോക്കസ്, ഇവിടെ ഈ കാവ്യവൽക്കരണത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അന്വേഷണാത്മകമായിട്ടുള്ള പഠനം, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പഠനം, വൊക്കേഷണൽ ആയിട്ടുള്ള പഠനം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ സിലബസിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പണം കിട്ടും. നമുക്ക് ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ദേശീയ വിദ്യാഭ്യാസ നയമാണെങ്കിലും PM ശ്രീ ആണെങ്കിലും സമഗ്ര ശിക്ഷാ അഭിയാനാണെങ്കിലും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിൽ ഇവർ ഈ പറയുന്നത് പോലെയുള്ള കാവ്യവൽക്കരണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കേവലം കാവ്യവൽക്കരണം എന്ന് പറയുന്നതല്ലാതെ ഇവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പോലുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു, ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം, അല്ലെങ്കിൽ വിമാനം പണ്ട് കാലത്തുണ്ടായിരുന്നത് റൈറ്റ് സഹോദരന്മാരല്ല. നോക്കൂ, ഇതൊക്കെ ഏതെങ്കിലും സിലബസിൽ പഠിപ്പിക്കുന്ന കാര്യമാണോ? അല്ല. ഇത് ഏതെങ്കിലും നേതാക്കന്മാരുടെ അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളായിരിക്കാം. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാം. ഒന്നുകിൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തെറ്റാണെന്ന് തന്നെ കരുതിക്കോളും. പ്രശ്നമില്ല, തർക്കമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതാണോ ഇവിടെ സിലബസിൽ പഠിപ്പിക്കുന്നത്? റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ സ്കൂളിൽ ഒരു സിലബസിൽ അച്ചടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ വെറുതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V. ശിവൻകുട്ടി മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കണക്കെത്ര? 35 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നത്? ഇന്ത്യയിൽ 35 സംസ്ഥാനം എന്നാണോ? കണക്ക് അദ്ദേഹം വായിക്കുമ്പോൾ ചിലപ്പോൾ 300, 900, 200 എന്ന് പറയാറുണ്ട്. അങ്ങനെയാണോ ഇവിടെ എണ്ണാൻ പഠിപ്പിക്കുന്നത്? ഇവിടുത്തെ ഗണിത വിദ്യാഭ്യാസം അങ്ങനെയാണോ? അല്ല. അപ്പൊ അതിനെ കണക്ക് നമ്മൾ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യട്ടുന്ന ഒരു നേതാവ് പറയുന്നതും സിലബസിൽ എഴുതുന്നതും രണ്ടാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? അനാവശ്യമായിട്ടുള്ള ഭീതി ഉൽപാദനം എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസ് റൂംസ് ഉണ്ടാവുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, മറ്റു പ്രകൃതി സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇവിടെ പറയുന്നത് എന്താണ്? സാഫ്രണൈസേഷൻ. കുട്ടികൾക്ക്, അധ്യാപകർക്ക്, സ്ഥാപനങ്ങൾക്ക് ഇതുവരെ കിട്ടേണ്ടുന്ന പുരോഗതി നിഷേധിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് പറയുകയാണ്, നോക്കൂ ഞങ്ങൾ ഇത് ഒപ്പിട്ടെങ്കിലും ഞങ്ങൾ അത് നടത്തില്ല എന്ന്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഡിസൈസീവ്ലി തോറ്റിട്ട് പാകിസ്ഥാനിൽ നടത്തിയ വിജയപ്രകടനം പോലെ അവിടുത്തെ സർക്കാർ. അതായത് അവർ പരാജയപ്പെട്ടതിന് ശേഷവും നോക്കൂ ഞങ്ങളാണ് ജയിച്ചത് എന്നൊക്കെ പറയുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കാവ്യവൽക്കരണം മാത്രമാണോ പ്രശ്നം? ഇവിടെ ചുവപ്പുവൽക്കരണം നടക്കുന്നില്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകൾ, അതിന്റെ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് എന്താണ് അംബേദ്കറും മറ്റുള്ള ആൾക്കാരും പറഞ്ഞത് എന്നതിനെക്കുറിച്ച്, ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും വെളിവുമുള്ള ഏതെങ്കിലും ഒരാൾ ഉപദേശിച്ചിരുന്നുവെങ്കിൽ ഗവർണർക്ക് ഇവിടെ അധികാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് പാഠപുസ്തകത്തിൽ അച്ചടിപ്പിക്കുന്നതിന് വേണ്ടി, സർക്കാർ കടലാസിൽ സർക്കാർ മഷി പുരട്ടുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുമായിരുന്നോ? നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ തയ്യാറാകുമോ? അപ്പൊ അതൊരു ചുവപ്പ് അജണ്ടയല്ലേ? അത് ചുവപ്പുവൽക്കരണമല്ലേ? അപ്പൊ അത് മെയിൻ സ്ട്രീമാണ്, അത് നോർമലൈസ്ഡ് ആണ്. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യൻ നോളജ് സിസ്റ്റം പ്രശ്നമാണെന്ന്. എന്താ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ കുഴപ്പം? ഇന്ത്യൻ നോളജ് സിസ്റ്റം നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജുകളാണെങ്കിലും ഇന്ത്യൻ നോളജ് സിസ്റ്റം ആണെങ്കിലും പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികളാണെങ്കിലും അന്നത്തെ കാലത്ത് തന്നെ ഇന്നത്തെ കാലത്ത് ലോകത്ത് തന്നെ സ്വീകാര്യമാണ്. നളന്തയിലും തക്ഷശിലയിലും മറ്റും ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികൾ വളരെ സ്വീകാര്യമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതികൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഒരുപക്ഷെ കാലത്തിനേക്കാൾ മുന്നിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാര്യമെന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് എന്താ പറയുക? ഓ നോക്കൂ, ഇത് ഇൻഡിജിനസ് വിദ്യാഭ്യാസ രീതികളൊക്കെ തന്നെ മോശമാണ്, മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് അതിനെയൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ്? ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായതുകൊണ്ടാണ്, ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതല്ല. നിലപാടിൽ നിന്ന് മാറുവാനും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പോഴത്തെ ആശയപരം ആ സംഘടന നടക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ, ഇവർക്ക് ഇതിൽ നിന്ന് മാറുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM മാറിയപ്പോൾ, CPM മാറിയെന്ന് സമ്മതിക്കുന്നില്ല, CPM നേതൃത്വം നൽകുന്ന സർക്കാർ മാറുന്നു, അത്രയെങ്കിലുമായി. പക്ഷേ CPM സമ്മതിക്കാൻ പറ്റില്ല, CPIക്ക് ഒട്ടുമേ പറ്റില്ല. കാരണം ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും എന്നുള്ള ഭയാശങ്ക അത് നിൽക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, CPI ഇതിനപ്പുറമുള്ള ഒരു നിലപാടിലേക്ക് പോകുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പോൾ പരമാവധി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയാണ്? അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അവര് പ്രതിഷേധം പരമാവധി ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ഔപചാരികമായി, പ്രതീകാത്മകമായി വിട്ടു നിൽക്കുക എന്നതിനുപരിയായി കാര്യമായി ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇതാ മുന്നണി തകർന്നിരിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്നിരിക്കുന്നു, സ്വാഭാവികമായി കോൺഗ്രസിന്റെ നേതൃത്വം അല്ല എങ്കിൽ UDF നേതൃത്വം, ഇപ്പോൾ തന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ ക്ഷണിച്ചല്ലോ, നിങ്ങൾക്ക് UDFിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇടതുപക്ഷത്തെ തുടരാനെങ്കിൽ
ഞങ്ങൾ എല്ലാ വാതിലുകളും തുറന്നിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായി ഏത് രാഷ്ട്രീയ കക്ഷിയും മുന്നണിയും പറയുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥം നോക്കൂ, ഇന്ന് പ്രസക്തി നിലനിർത്താൻ വേണ്ടി പാടുപെടുന്ന ഒരു പാർട്ടിയാണ് CPI. കാരണം അണികൾ പല ഇടത്തു നിന്നും, പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, അതിൻ്റെ ചില ഭാഗത്തു നിന്നൊക്കെ ചില അണികൾ പല 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 കാരണങ്ങളാലാണ് വിട്ടുപോകുന്നു. മറ്റ് പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് CPM-ൻ്റെ വലിയേട്ടൻ നയത്തിനോടുള്ള പ്രതിഷേധം നാളിതുവരെ വാക്കുകളിൽ മാത്രമാണ് ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഉഗ്രമായ പ്രതിഷേധം വാക്കുകളിലൂടെയെങ്കിലും ഇന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രകടിപ്പിക്കുന്നത്, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രകടിപ്പിക്കുന്നത് കണ്ടു. പക്ഷേ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി നാളെ ഒടുങ്ങാനുള്ളതാണ്. 29-ാം തീയതി വരെ ഈ ഉദ്വേഗം നിലനിർത്തുകയും 29-ാം തീയതി ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്യുന്നു. എന്താണ്, ചില ധാരണകളിലെത്തി. ആ ധാരണ എങ്ങനെയാണ്? കാരണം ഈ CPI-യെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ. വിവാദ വിഷയങ്ങളിൽ സിലബസ് ഉൾപ്പെടെയുള്ള, അതായത് കരിക്കുലം റിവിഷൻ ഉൾപ്പെടെയുള്ള, കരിക്കുലത്തിൽ അനഭിലഷണീയമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, CPM പറയുന്നു. അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറുന്നു. ഇത് പറയാനാണ് സാധ്യത. അതല്ലാതെ നടപടികളിലേക്ക് കടക്കുക എങ്കിൽ അത് കഠിനമായ നടപടികൾ തന്നെയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പുറത്തേക്ക് പോവുക, ഇതൊന്നും തന്നെ ഈ ഘട്ടത്തിൽ മഞ്ജുഷ് സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാനാവും. അങ്ങനെ ചില ഉറപ്പുകൾ മതിയാകുമോ? ഈ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കുകയില്ല, ഫണ്ട് വാങ്ങിച്ചെടുക്കുകയാണ് ലക്ഷ്യം. പിന്നെ ഈ ഫണ്ടിന്റെ കാര്യത്തിലും ഇപ്പോൾ ഈ ആശയക്കുഴപ്പമാണല്ലോ. ഇതിപ്പോൾ ഈ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ടാണോ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അതിൽ ഈ പറയുന്ന കണക്ക് ശരിയാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു. ശ്രീജിത്ത് ഉന്നയിച്ചിരുന്നു, അതുപോലെ സന്ദീപ് ഉന്നയിച്ചിരുന്നു. അതിൽ അവർ മാത്രം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ കണക്കുകൾ കൃത്യമാണ്. സർവശിക്ഷാ അഭിയാൻ ഓരോ വർഷവും ഇവിടെ പറഞ്ഞതുപോലെ 60-40 എന്ന വിധത്തിൽ, ഇത് PM ശ്രീയുടെ ഫണ്ടേ അല്ല. PM ശ്രീ ഇനത്തിൽ ഒരു സ്കൂളിന് 1,10,00,000 രൂപയാണ് 5 വർഷത്തേക്ക് അനുവദിക്കുന്നത്. ഇനി ആ പ്രൊജക്ട്, ആ പദ്ധതി തീരുവാൻ 1.5 വർഷം മാത്രമാണ് ബാക്കി. PM ശ്രീ ഇനത്തിൽ ലഭിക്കുവാനുള്ള തുകയല്ല. അതുകൊണ്ട് ഇനി PM ശ്രീയിൽ സ്കൂളുകൾ ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒപ്പിട്ടല്ലോ, അതുകൊണ്ട് സംസ്ഥാനത്തെ കുറെ സ്കൂളുകൾ ലഭിക്കേണ്ട തുകയാണ്. എത്ര സ്കൂൾ? ഇപ്പോൾ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ പരമാവധി, അങ്ങനെ ഏകദേശം 300 കൂടുതൽ സ്കൂളുകൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഇനിയും ഈ പറയുന്ന തുക, താങ്കൾ പറഞ്ഞ ഈ 1 കോടിയിൽ പരം രൂപ കിട്ടുമോ? ഇല്ലല്ലോ, കാരണം 2 വർഷം കഴിഞ്ഞു. നേരത്തെ ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ യൂട്ടിലൈസേഷനും ഒക്കെ കൊടുത്താൽ, മുൻകാലത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു പണം ചെലവ് കാണിക്കാൻ കഴിയില്ല. വരുന്ന 1.5 വർഷത്തെ തുക മാത്രമാണ് PM ശ്രീ ഇനത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ളത്. സമഗ്ര ശിക്ഷയുടെ അരിയറാണിത്. സമഗ്ര ശിക്ഷ കേരളയിൽ ഈ 23 മുതൽ പെൻഡിംഗ് ആയിരിക്കുന്ന തുക, ഈ കാര്യം പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന തുക, കേരളം സംസ്ഥാനം അതിന്റെ 40% വിഹിതം നൽകിയിരിക്കുന്ന തുക, അതാണ് ലഭിക്കുവാനുള്ളത്. ശ്രീജിത് പണിക്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി ദേശീയ തലത്തിൽ സമർപ്പിക്കുകയും അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്താണ്. അങ്ങനെ അംഗീകരിച്ച് അനുവദിക്കാതിരുന്ന തുകക്കാണ് ഇവിടെ കുടിശ്ശികയായി നിൽക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഇവിടെ ചോദിച്ച, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നേരത്തെ ചോദിച്ച ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് എന്താണ് കുഴപ്പം? ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണെന്നാണ്. ഏതിനെ? ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെയാണ് അംഗീകരിക്കുന്നത്. കൺവാദന്റെ, ചരകന്റെ, സുശ്രുതന്റെ, വാഗ്ഭടന്റെ ഒക്കെ അറിവിനെയും വിജ്ഞാനത്തെയും ബഹുമാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിന്റെ പുറത്ത് അന്ധവിശ്വാസവും മിത്തും, ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ പിന്നാലെയാണ്. അത് പാഠ്യപുസ്തകത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എവിടെയെങ്കിലും സിലബസിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നാണ്. അല്ല ശ്രീ ജയകുമാർ, ഏത് സിലബസിലാണ് അന്ധവിശ്വാസം കണ്ടത്? ശ്രീ പണിക്കർ, ഒറ്റ കാര്യം പറയട്ടെ. മധ്യകാല ഇന്ത്യയെ NCERT-യുടെ പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണോ? ഒഴിവാക്കിയത് അതല്ലല്ലോ താങ്കളുടെ വാദം. താങ്കളുടെ വാദം അതായിരുന്നില്ലല്ലോ. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന എവിടെ അന്ധവിശ്വാസം? സിലബസിൽ ഒരെണ്ണം പറയാമോ? ഞാൻ താങ്കളെ ചാലഞ്ച് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അന്ധവിശ്വാസം സിലബസിൽ പ്രചരിപ്പിച്ചു എന്നുള്ള താങ്കളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഒരു എക്സാമ്പിൾ പറയൂ, ഒരെണ്ണം. അതല്ലല്ലോ താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതാണ് ഇന്ത്യൻ നോളജ് അല്ല നുണ. താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് ചരകനെയും വാഗ്ഭടനെയും വിശ്വാസമുണ്ട്.
ചരകനെയും വാഗ്ഭടനെയും വിശ്വാസമുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ്. എവിടെയാണ് അന്ധവിശ്വാസം എന്ന് ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഉടനെ മധ്യകാലഘട്ടത്തിലേക്ക് പോകല്ലേ? മധ്യകാലഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതെവിടെയാന്ന് പറയോ? ശ്രീ സാറേ, ഒറ്റ കാര്യം, താങ്കളൊരു അധ്യാപകനല്ലേ? താങ്കളൊരു അധ്യാപകനല്ലേ? നുണയാണോ പറയേണ്ടത്? ഒരു അധ്യാപകൻ നുണയാണോ പറയേണ്ടത് എന്നുള്ള ഒരു എലിമെന്ററി ചോദ്യമാണ് എനിക്ക് താങ്കളോടുള്ളത്. ആദ്യത്തെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ അല്ല, ഞങ്ങൾ കണ്ടതും വായിച്ചതും കേട്ടതുമാണ്. കണ്ടതും കേട്ടതും അല്ല അധ്യാപകൻ പറയേണ്ടത്. പറയേണ്ടത് കണ്ടതും കേട്ടതും പറയാനാണോ അധ്യാപകൻ ഇരിക്കുന്നത്? കണ്ടതും കേട്ടതും ഇരിക്കാനുള്ള അധ്യാപകനാണെങ്കിൽ CPIക്ക് കിട്ടുന്ന വില മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അതല്ല ചോദിച്ച ചോദ്യമാണ്, ഏത് സ്കൂളിൽ? ബഹിരാകാശ സഞ്ചാരി. അല്ലല്ലല്ല, അത് വിദ്യാലയങ്ങളിൽ ചോദിച്ചതല്ല, അത് വിദ്യാലയങ്ങളിൽ ചോദിച്ച ചോദ്യമല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരൊറ്റ സിലബസിലില്ല. നുണ പറയരുത്. കണ്ടതും കേട്ടതും പറയുകയല്ല ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്ന നുണ, ആ നുണ വ്യാജമാണ്, അത് നുണയാണ് എന്ന് തെളിയിക്കപ്പെട്ടപ്പോ താങ്കൾ കള്ളം പറയുകയാണ്. നോക്കൂ, താങ്കൾ പറഞ്ഞ മറ്റേ നുണ NEP 2020 ഇംപ്ലിമെന്റേഷനുമായി ലിങ്ക് ആണ് സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട്സ്. NEP 2020 ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടതാണ് സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് എന്ന് കേന്ദ്രം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്കീമുകളില്ല, ഒറ്റ സെൻട്രൽ സ്കീം. PM ശ്രീ ആയിക്കോട്ടെ, സമഗ്ര ശിക്ഷ അഭിയാൻ ആയിക്കോട്ടെ, അതേപോലെ NEP ആയിക്കോട്ടെ, ചേർന്നിട്ടുള്ള ഒറ്റ സ്കീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അവർക്ക് ആംബിഗ്വിറ്റി നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ജയകൃഷ്ണൻ പറയുന്നത് സമഗ്ര ശിക്ഷാ അഭിയാനും PM ശ്രീയുമായിട്ട് ബന്ധമില്ല എന്നാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അല്ല, ഒരു സെക്കൻഡ് ജയകൃഷ്ണൻ, അല്ല ഒരു സെക്കൻഡ്, അതിൽ കൺഫ്യൂഷൻ. ജയകൃഷ്ണൻ, നിങ്ങൾ പറയുന്നത് തിരിച്ചാണല്ലോ. കേരള സമഗ്ര ശിക്ഷ കേരള ലഭിക്കുന്നതിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടണം എന്ന് ഒരു കേസ് കൊടുത്തത് എന്തായി സാറേ? കേസ് കൊടുത്തത് എന്തായി? കേരളം ഇതുവരെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ? തമിഴ്നാട് കേസിന് പോയില്ല. തമിഴ്നാട് കേസിന് പോയി. ഏത്? എന്നാ പിന്നെ കേസ് നടത്തരുതായിരുന്നോ സാറേ? എന്നാ പിന്നെ കേസ് നടത്തി ജയിക്കരുതായിരുന്നു സാറേ? അന്തസ്സായിട്ട് കേസ് നടത്തി ജയിക്കരുതായിരുന്നോ? സാർ CPIയുടെ നിലപാട് ന്യായീകരിച്ചിട്ട് ശിവൻകുട്ടിയെ കുറ്റം പറയാനിരിക്കുകയാണോ? അതോ എന്നോടൊപ്പം ചേരാൻ നിൽക്കുകയാണോ? പേര് പറഞ്ഞുകൊണ്ട് തമിഴ്നാടിന് പണം അനുവദിച്ചത് എങ്ങനെയാ സാറേ? അതാണ് സാറേ ചോദിച്ചത്. നമുക്ക് എന്താ നേടിയെടുക്കാൻ പറ്റാത്ത സാറേ? നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത എന്താ സാറേ? നമ്മൾ എന്തിനാ സാറേ മുട്ടിലെഴയുന്നത്? നമ്മൾ ഒപ്പിടാൻ പറയുന്ന സമയത്ത് മുട്ടിലെഴയുന്നത് എന്താ സാറേ? CPIയുടെ വീറ്റോ പവറിന്റെ മുകളിലേക്ക് കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിഹ്നത്തിലുള്ള കതിരിന്റെ വില നൽകാതെ നിങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് എന്തിനാ സാറേ മുട്ടിലെഴുതുന്നത്? സാറേ ഒപ്പിടാൻ പറയുമ്പോൾ മുട്ടിലെഴുതുന്നത് എന്തിനാ സാറേ? അതിന്റെ മറുപടി അല്ലേ ചോദിക്കുന്നത്? അതിന് പറയുമ്പോ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണം പറയല്ലേ സാറേ? സംഘപരിവാറിന്റെ കാവ്യവൽക്കരണമല്ല. ഇവിടെയുള്ള വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുക, ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതികൾ മെച്ചപ്പെടുക, അത് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ സിസ്റ്റത്തിനെ നിങ്ങൾ എതിർക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയോളജി ഈസ് നോട്ട് റൂട്ടഡ് ഇൻ ഇന്ത്യ. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇന്ത്യൻ അല്ല സാറേ. അതിന്റെ പ്രശ്നമാണ്, അതിന്റെ പ്രശ്നം മാത്രമാണ്. അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള വേറെ എങ്ങോ ജന്മം കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിനെ ഈ കോണ്ടെക്സ്റ്റിലേക്ക് പറിച്ച് നടപ്പെട്ടതിന്റെ പ്രശ്നമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശ്രീ പണിക്കർ, ശ്രീ OK ജയകൃഷ്ണൻ, ശ്രീ മോഹൻ വർഗീസ്, സന്ദീപ് വാചസ്പതി, ശ്രീ റെജി ലൂക്കോസ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് ഇരട്ടത്താപ്പോ? അതേ എന്ന് 80% പ്രേക്ഷകർ, അല്ല എന്ന് 17%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.